എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ വെഡ്ഡിങ് ഡേ ആണ്. ഇപ്പോൾ രാവിലെ 4 മണിക്ക് ഞാൻ മേക്കപ്പിന് പോകേണ്ടത് അഞ്ചുവേട്ടൻ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പോവാണ്. വിത്തൗട്ട് മേക്കപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് മേൽക്കൈക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ കരുളായില്ല നയൻസ് മേക്ക് ഓവറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിച്ച് കാണാം. ബാക്കി മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം. കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിലൊക്കെ ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുപ്പിക്കാം. പിന്നെ എന്താ ചേട്ടാ ഹാപ്പി ആണോ? ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കല്യാണത്തിന് മുമ്പ് അനിയന്റെ കല്യാണം. അതെ അതെ, നല്ല ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. വീട്ടുകാരുടെ ചോദ്യവും നാട്ടുകാരുടെ ചോദ്യവും മറ്റേ കൂട്ടുകാരന്മാരുടെ ചോദ്യവും എല്ലാം കൂടെ ആയപ്പോ ഞാൻ മറ്റേ ഡൗൺ ആയി. പക്ഷെ ഐ ആം ഹാപ്പി. അതെ, ഇപ്പൊ ഇന്നലെ നൈറ്റ് കൊണ്ട് ഫുൾ വൈബായി. എന്തായാലും തലേ ദിവസം ഇന്നലെ അടിപൊളിയായിരുന്നു. ഞാൻ അത്ര ഒന്നും വിചാരിച്ചില്ല ഇന്നലല്ലേ. അയ്യോ കിടിലനായിട്ട് ഇന്നലെ അതിന്റെ ക്ഷീണ ഉറങ്ങിയിട്ടില്ല. സഞ്ജുവായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു മിഡേക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പോ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടാകുന്നു. അതുകൊണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതാണ് നിലവിലെ കഥാഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വ്ളോഗ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണ്ട ഇത് കാണാൻ വേണ്ടിയിട്ട്. കിടിലനാണ്, നൈറ്റ് അടിപൊളിയായി, രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോട്ടെ. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വിശദ വിവരങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു 4:30 ആയപ്പോഴേക്കും നമ്മൾ നയൻസ് മേക്ക് ഓവറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കരുളായി ആണെന്ന് അറിയാം, പക്ഷേ എവിടെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് വരെ പോയിട്ടുള്ള കേട്ടുപരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു വിധം ഞങ്ങൾ തപ്പി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സഞ്ജുവേട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് നേരെ കാറിൽ പോയി കിടന്നുറങ്ങാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു മുല്ലപ്പൂം കൂടെ വാങ്ങി നിനക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ ആൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും വേറെയും 2 ബ്രൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഗസ്റ്റ് മേക്കപ്പിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കുട്ടി സാരി ഡ്രൈപ്പിങ്ങിനും ഉണ്ടായിരുന്നു. ആൾക്ക് ഏതോ ബ്രൈഡിൻ്റെ അവിടെയുള്ള ഒരു ബ്രൈഡിൻ്റെ സിസ്റ്ററാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ ഹെയർ ആദ്യം എൻ്റെ ക്രിമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് പോർഷൻ ഉണ്ടോ ക്രിമ്പ് ചെയ്ത്, ഫുള്ള് ചെയ്തില്ല, താഴെ ഭാഗം ചെയ്തില്ല, ബാക്കി ഫ്രണ്ട് ഭാഗം ഫുള്ള് ക്രിമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് വേറൊരു ചേച്ചിയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിഷ ചേച്ചിയാണ്ട് എനിക്ക് ഹെയർ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമായപ്പോഴേക്കും സഞ്ജുവേട്ടൻ മുല്ലപ്പൊക്കെ കൊണ്ട് തന്നിട്ട് നേരെ കാറിൽ പോയി കിടന്നുറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ആൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെയാണ് ചേച്ചി എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം എനിക്ക് 2 സൈഡിൽ ഇങ്ങനെ ബ്രൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ റെഫറൻസ് ചേച്ചി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെയാണ് ചേച്ചി എനിക്ക് കെട്ടി തന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ചേരുന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് വരെ എൻ്റെ ഹെയർ കെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചേരും അങ്ങനത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസിൽ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. പിന്നെ ഹെയറിൽ ഞാൻ എക്സ്റ്റൻഷന് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം ഹെയറാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ എനിക്ക് അങ്ങനെ എക്സ്റ്റൻഷൻ വെക്കുന്നതിനോട് എന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇതുപോലെ ഞാൻ എക്സ്റ്റൻഷൻ വെക്കണം എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സ്വന്തം ഹെയർ ക്രിമ്പ് ചെയ്ത് കെട്ടിയപ്പോൾ വലിയ വൃത്തികേട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നീറ്റായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് പിച്ചറും കൂടെ ലെങ്ത്ത് വെച്ചിട്ടുണ്ട് ഹെയറിന്, അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്വന്തം ഹെയറിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഷനും കാര്യങ്ങളൊന്നും വെക്കേണ്ട ഹെയറിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മുല്ലപ്പൂവാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ ഞാനൊരു 3 മുഴം മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അത്ര പോലും വേണ്ടി വന്നില്ല കേട്ടോ. നല്ല അടുപ്പിച്ച് കെട്ടിയ മുല്ലപ്പൂവാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ പൂക്കൂട്ടുംപാടം ടെമ്പിളിൽ അതിൻ്റെ തൊട്ടടുത്ത് അവിടെ നിന്നാണ് ഓർഡർ ചെയ്ത് അവിടുന്ന് എത്തിക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മുല്ലപ്പൂവായിരുന്നു, നല്ല അടിപൊളി വാടാത്ത മുല്ലപ്പൂവായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഹെയറിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മുല്ലപ്പൂറിന് വരെ നല്ല വൃത്തിക്കുണ്ടായിരുന്നു, വാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു ബ്രൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നിഷ ചേച്ചിയാണ് എന്നെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് വരെ ഇത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, ഭയങ്കര സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ ഫേസ് എനിക്ക് പുറത്തിറങ്ങി കണ്ടപ്പോൾ എന്തോ ഒരു സാധനം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യാമല്ലോ. എൻ്റെ ചേച്ചീൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ ഫ്രണ്ട് ചെയ്തത് ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു കേട്ടോ. മുല്ലപ്പൂ ബാക്കിൽ മാത്രം കാണുന്ന രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് കുറച്ച് മുടിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇനി അവിടെ ചെന്ന് കാണാൻ എന്താ അറിയില്ല, അവരൊക്കെ എന്താ പറയാന്ന് അറിയില്ല. ചിലപ്പോൾ ഓവറായി ഇതൊക്കെ പറയും തോന്നുന്നു. ഇല്ലേ സഞ്ജുവിനെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ
കാണുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് കുറച്ച് വാരിത്തേച്ച് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അതുകൊണ്ടൊരു അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാകും. എന്തായാലും അവിടെ എത്തി കാണാം. അവിടെ എത്തിയതും ഭയങ്കര തിരക്കിലേക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നേ. ആരെ കാണിക്കാനോ ആരെ കാണാനോ എല്ലാവരും എന്നെ കണ്ടിട്ടുള്ള റിയാക്ഷൻ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആരും മോശം അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും നല്ല ഭംഗിയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് എല്ലാം നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മേക്കപ്പ് ചെയ്തു എന്ന് തന്നെ അറിയല്ലോ എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് ദക്ഷിണ കൊടുപ്പിൻ്റെ പരിപാടിയായിരുന്നു. എന്നോടൊരു 8 മണി സമയമായപ്പോഴേക്കും വീട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാനൊരു 8:30 കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് സത്യം പറഞ്ഞാൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ദക്ഷിണ കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഞാനെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഫാമിലീസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദക്ഷിണ കൊടുക്കൽ ചടങ്ങുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 9:30 ടൈം ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം നമുക്കൊരു 10:15 to 11 മണിയാണ് മുഹൂർത്ത ടൈം വരുന്നത്. ദേവുവിൻ്റെ വീട്ടിലേക്ക് അധികം ദൂരം ഇല്ലെങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങും. അതുപോലെ തന്നെ ഇവരുടെ താരി കുറച്ച് നേരത്തെ എത്തിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജിക്കാൻ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് 9:30 തന്നെ ഇറങ്ങണമായിരുന്നു കേട്ടോ. ഒന്നിനെങ്ങനെ പിന്നെ ഒന്ന് ചെറുതല്ലേ. അങ്ങനെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും സഞ്ജുവേട്ടനും കുട്ടിയൊക്കെ ഒരു വണ്ടിയിൽ പോകണം എന്നായിരുന്നു. പക്ഷേങ്കിൽ സഞ്ജുവേട്ടൻ അവർക്കൊക്കെ നേരത്തെ വീട്ടിലെത്തണമായിരുന്നു കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ ഉച്ചയ്ക്കാണ് ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്കാണ് അവിടെ കല്യാണം നടത്തുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം റിസപ്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് താലികെട്ട് കഴിഞ്ഞിട്ട് ചേട്ടായിമാർക്ക് എല്ലാവർക്കും തിരിച്ച് അപ്പോൾ തന്നെ പോരണമായിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇവരുടെ കൂടെ പോയിക്കോ, കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, എനിക്ക് പെട്ടെന്ന് പോരണം, താലികെട്ട് കഴിയുമ്പോഴത്തേനും ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളെ കുട്ടുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊരു എടത്തിയമ്മ ആയതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാർ അങ്ങനെ എടത്തിയമ്മയൊക്കെ ആണല്ലോ നമ്മളെ കല്യാണം പെണ്ണിൻ്റെ കൂടെ വരേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരുടെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം റെഡിയാണ്. അവർ താലം കൊണ്ട് ഇങ്ങനത്തെ പരിപാടി ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ നേരെ താലിമാല കൊടുത്തതും അവിടെ പൂജാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. സഞ്ജുവേട്ടൻ അവിടെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ വ്ളോഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. താലികെട്ട് ടൈമിലൊക്കെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് ആരോട് പറഞ്ഞില്ല, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് സഞ്ജുവേട്ടൻ പറഞ്ഞത് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ മണവാട്ടി ഇറങ്ങിയിരിക്കുകയാണ്.
നേരം ഓക്കെ ബോസ് ഏടാ മൊബൈൽ അത്ര ഫ്രണ്ട് കേട്ടില്ല ഫ്ലവർ കൂട്ടിയടിച്ചോ മോള് മുന്നിൽ കയറില്ല പെട്ടെന്ന് കയറിക്കണം പെട്ടെന്ന് കയറിക്കേ ഒരിക്കൊരു ഇടാൻ കൊടുക്കാം ഈ സൈഡ് എല്ലാവരും കണ്ടിട്ടോ അവിടെ ഒന്ന് സൈഡ് ഇരിക്കുന്നവർക്ക് സെന്ററിലുള്ള ആള് അവിടെ പിടിച്ചു അതിനൊന്ന് ഓൾറെഡി പിടിച്ചു രണ്ട് കൈണ്ട് പിടിച്ചു ലോക്കറ്റ് അങ്ങ് പിടിച്ചു കാലുമണി പിടിച്ചു ബ്രൈഡിൽ ഏശം ഇട്ട് നോക്കിക്കേ ഇവിടുന്ന് അങ്ങോട്ട് എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സ്റ്റേജ് കയറിയത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഷെടുപിടിയായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. താലികെട്ടിലും സിന്ദൂരം തൊടലും മാലയിടലും അങ്ങനത്തെ എല്ലാ ബൊക്ക കൈമാറലും അങ്ങനത്തെ എല്ലാ പരിപാടികളും പെട്ടെന്നായിരുന്നു കേട്ടോ. ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ നമ്മളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിലൊന്നും ഭയങ്കര കാര്യപ്പെട്ട വേറെ ചടങ്ങുകൾ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് താലികെട്ടൽ, റിങ് എക്സ്ചേഞ്ച്, അതുപോലെ കല്യാണ പെണ്ണ് ചെറുക്കനെ മാലയിട്ട് കൊടുക്കൽ, അവർ സിന്ദൂരം തൊട്ടെടുക്കൽ, മറ്റേ കല്യാണമാല ഇടൽ, ബൊക്ക കൈമാറൽ, ഇത്തരത്തിലുള്ള ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ ഇടയിലുള്ള കല്യാണം കഴിയും, ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. സൈഡ് മാറുന്നുണ്ടോ? മാറില്ല. ഒന്ന് കിലോ പിടിച്ചിട്ടുണ്ട്. നോക്കേ അല്ല അപ്പൊ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഓക്കെ ഇനി മാറിക്കോ. അങ്ങനെ
നമ്മൾ ഏകദേശം ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റിംഗ് എക്സ്ചേഞ്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ കൈ പിടിച്ച് കൊടുക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. ദേവുവിൻ്റെ കൈ പിടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വലം വയ്ക്കുക. ഈ വലം വയ്ക്കലോട് കൂടി നമ്മൾ ഏകദേശം എല്ലാ പരിപാടി ചടങ്ങുകൾ കാര്യങ്ങൾ കല്യാണത്തിൻ്റെതായിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണ് ഞങ്ങൾ വലം വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഈ വീഡിയോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നത്. മടി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെ ആ വഴി അങ്ങ് പോയി നാളെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഏകദേശം ഒരു 1 മന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റയടിക്ക് ഇത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വലം വെക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫാമിലി ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഫാമിലി ഫോട്ടോസിന് ശേഷം നേരെ അവരുടെ കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുക്കാണ്ട് സ്റ്റേജിൽ തന്നെ നിന്നിട്ടുള്ളത് മാലയും ബൊക്കെയൊക്കെ പിടിച്ചിട്ടുള്ള അങ്ങനെ പല ഭാവത്തിലും പല രൂപത്തിലുമുള്ള ഫോട്ടോസ് ആയിരുന്നു. ക്യാമറ ചേട്ടന്മാർ പറയുന്ന അനുസരിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനായിരുന്നു ആക്ച്വലി ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും നമ്മളെ ഫാമിലീസ് എല്ലാവരും ഫുഡ് കഴിച്ച് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഉച്ചയ്ക്കാണ് കേട്ടോ കല്യാണം ഉള്ളത്. ഉച്ചയ്ക്കാണ് ഫുഡ്. നമുക്ക് വൈകുന്നേരം റിസപ്ഷൻ പോലെ പരിപാടി വെക്കുന്നില്ല. സോ സഞ്ജുവണ്ണൊക്കെ നേരത്തെ പോയി താലികെട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോലും നിൽക്കാതെ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ നമ്മൾ ഏകദേശം ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്താണ് നമുക്ക് വേറൊരു ചടങ്ങുള്ളത് ദേവുവിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളത്. അമ്മായിമ്മ പുടവ കൊടുക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് കേട്ടോ. അതായത് മുതിർന്നവർക്ക് അമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് അങ്ങനെ മുതിർന്നവർക്ക് നമ്മൾ കല്യാണ പയ്യൻ പുടവ കൊടുക്കുന്ന ഒരു ചടങ്ങാണുള്ളത്. അപ്പോൾ അത് ദേവു ഓൾറെഡി നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ചടങ്ങില്ല, അമ്മായിമ്മ പുടവ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. വിരുന്നിന് വരുന്ന അന്നാണ് കേട്ടോ നമുക്ക് ഡ്രസ്സ് കൊണ്ടുവരാൻ പയ്യൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുള്ളത്. പക്ഷേ ദേവുവിൻ്റെ അവിടേക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൂട്ടി ഇറക്കിക്കൊണ്ട് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ പുടവ കൊടുക്കുന്നൊരു ചടങ്ങുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഓൾറെഡി വാങ്ങി എല്ലാം സെറ്റ് ചെയ്ത് ദേവ് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അമ്മയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മയില്ല, അപ്പം അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഇത് അമ്മമ്മയാണ് കേട്ടോ ദേവുവിൻ്റെ. അപ്പം അമ്മമ്മയ്ക്കും ഇതുപോലെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് അമ്മയ്ക്കാണ് കേട്ടോ പുടവ കൊടുക്കുന്നത്. അങ്ങനെ അമ്മയ്ക്കും ഇതുപോലെ പുടവ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതുപോലെ പുടവ കൊടുക്കുമ്പോൾ അമ്മ നമ്മളെ പയ്യന് മോതിരം ഇട്ട് കൊടുക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ റിങ് പുടവ കൊടുക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേവന് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവർക്കും കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛനും കൂടെ ഡ്രസ്സ് ഇതുപോലെ കൊടുക്കണം എന്നുള്ളത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛനും കൂടെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ചടങ്ങ് കാര്യങ്ങളൊന്നും അല്ല, പക്ഷേങ്കിൽ എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ അച്ഛനും കൂടെ കൊടുക്കുക എന്നുള്ള രീതിയിൽ അച്ഛനും അതുപോലെ ഒരു ഷർട്ടും മുണ്ടും അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയാണ്. ആക്ച്വലി ദേവ് കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വിഷമമുണ്ടെന്ന് കരുതി, പക്ഷെ അവൾ ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിപ്പോയി അത് കണ്ടപ്പം. അത്രയും നേരം ഫുൾ ചില്ലായിട്ടുള്ള നിന്ന ആള് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നന്നായിട്ട് കരഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിഷമമുണ്ടെന്ന് അറിയാം, പക്ഷെങ്കിൽ നമുക്കത് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവള് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്ക നമ്മളോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ ആക്കിയതോ എത്ര അറിഞ്ഞോ? എന്താ വീഡിയോയിലൊക്കെ രസമുണ്ടല്ലേ? മേക്കപ്പ് ചെയ്തോണ്ട് വീഡിയോയിൽ പറ്റില്ല.
മണിയെ കറിയല്ലേ. ഇനി ഫുൾ നമ്മൾ എൻജോയ് ആണ്. ഇനി കരയല്ലേ. എന്തിനാ കരയണേ? എന്തിനാ കരയണേ? ദേവ് നമ്മള് ആറ്റുന്നിട്ട് കല്യാണം കഴിച്ചതാണ്. കാത്തിരുന്ന് കല്യാണം കഴിച്ചതാണ്. നീ കരയല്ലേ കേട്ടോ. നിങ്ങൾ കാത്തിരുന്ന് കല്യാണം കഴിച്ച ടീമാണ്. ഇന്നൊരു ഫോട്ടോ എടുത്ത് കുട്ടികളെ കരയിപ്പിക്കട്ടോ. എന്നാലേ വിളി കേക്കുള്ളൂ, അല്ല കേക്കൂല. പിന്നെ നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ കപ്പിൾ ഫോട്ടോസ് നമുക്കാണെങ്കിൽ അധികം ടൈം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് വീട്ടിലെത്തണമായിരുന്നു. കാരണം അവിടെ ഉച്ചയ്ക്കാണ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കല്യാണ പയ്യനെയും പെണ്ണിനെയും വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കയറേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു, 1:30 അങ്ങനെ എന്തോ സമയം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ അവിടേക്ക് കയറി വേണം. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ ഫോട്ടോസ് എടുത്ത് ഇറങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവരുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ് എടുത്ത ഒരു വീടാണ്. ഇത് ദേവുവിൻ്റെ വീടിൻ്റെ 10 മിനിറ്റ് കഷ്ടിച്ച് ദൂരേ ഉള്ളൂ. ഒരു പഴയ ട്രഡീഷണൽ ടൈപ്പ് ഒരു വീടാണ്. അവിടെ ഇപ്പോൾ ആൾത്താമസം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പണ്ടത്തെ എന്തോ തറവാടോ 4 കെട്ടോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. അവിടെ നിന്നിട്ടാണ് ഫുൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒട്ടും സമയം വൈകാതെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറേണ്ട ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ നിലവിളക്കൊക്കെ കൊടുത്ത് ദേവുവിനെ വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറ്റുകയാണ്. ബാക്കുള്ളൂട്ടോ. ഇത് എവിടെയൊക്കെ മണിയറൊക്കെ ഞാൻ ഇന്നലെ ഓൾറെഡി കാണിച്ചായിരുന്നു. മണവാട്ടി എത്തിയ മണിയറ. എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ എന്താണ് ഇപ്പൊ തോന്നുന്നേ? സന്തോഷം, ഹാപ്പി പറ ദേവുന്. സന്തോഷം അത്ര പറഞ്ഞത്. ഇത് വേറെ ഒന്നുമല്ല, ഇത് കോമ്പറ്റീഷനുള്ള ഐറ്റം ഒന്നുമല്ല. ആഗ്രഹിച്ചൊരു ദിവസം ഇന്നാണ് എത്തിയിട്ടുള്ളത്. ആ സുദിനം ഇന്നാണ്. 4 കൊല്ലത്തിന് കാത്തിരിപ്പായിരുന്നു. അതിപ്പോ ഇവിടെ സഫലമായിരിക്കുകയാണ്. 4 വർഷ എന്റെ കണക്ക് പ്രകാരം അയച്ചില്ലല്ലോ. ഇവിടെ സെപ്റ്റംബർ 12 ഷഞ്ചു വയർത്ത് കുളിച്ചതാ ഷിബിൻ ചേട്ടായി. തലൈവൻ വന്നാച്ച്. അങ്ങനെ ഫൈനലി അമ്മൂന് എന്റെ വ്ളോഗിൽ കിട്ടിയിരിക്കുകയാണ്. എത്ര വർഷം അമ്മു? 2 വർഷം. 2 വർഷത്തിന് ശേഷം അമ്മൂന് എന്റെ വ്ളോഗിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കണ്ട. അവിടെ നിന്ന് കുറച്ച് സദ്യ കഴിച്ചു. എന്നാലും ഇവിടെ നിന്ന് നമ്മൾ കഴിക്കണമല്ലോ. ഇതാണല്ലോ അതിന്റെ ഒരു കിടപ്പ് വെച്ചം. അച്ഛ ഫുഡ് അച്ഛ അമ്മക്ക് രണ്ടാമതൊന്നും എടുക്കാന്നിട്ട് അമ്മേനെ പോട്ടെ.
എല്ലാവരും അമ്മനടുത്ത് നോക്ക്, അമ്മനടുത്ത് നോക്ക്, അമ്മ ചിക്കൻ നോക്ക്, മോളൊക്കെ മോളൊക്കെ നോക്ക്. ഓക്കെ, നീ കണ്ടുവരും അറിയിക്കണം നോക്ക്. അച്ഛൻ മാത്രമേ അങ്ങനെ ഇവർ പോവുകയാണ്, ഇവരെ യാത്രയാക്കാൻ ഞാനും പോവുകയാണ്. ക്ഷീണിച്ചു പോയി. സമയം ഇപ്പം എത്രയായി? അവ സുന്ദരിയായിട്ടുണ്ട് ഗായ്സ്. മേക്കപ്പ് ചെയ്ത് കുറച്ച് കൊളയുന്നുള്ളൂ. മേക്കപ്പ് ചെയ്തതൊക്കെ ഒലിച്ചു പോയി ചൂടിന്. അവസാനം ഞാൻ സ്വന്തമായി ചെയ്തപ്പോൾ ഈ ലെൻസ് ലാഷൊന്നും കളഞ്ഞില്ല, അല്ലാതെ മുഖത്ത് കുറച്ച് വരുത്തേച്ചു. ഏയ് ഇപ്പൊ നന്നായി. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചു. ഫുൾ കല്യാണ തിരക്കാണ്. എത്രമാത്രം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് കുളിക്കാനൊന്നും സമയമില്ല. അവരിപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ദേവുനൊന്ന് റെഡിയാക്കണം, എന്നിട്ട് എനിക്കൊന്ന് ഡ്രസ്സ് മാറണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴി ഞാൻ കാണിച്ചു തരാം. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. ദേവുനെ റെഡിയാക്കിയപ്പോഴേക്കും ദേവുൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 4 മണിക്ക് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 4 മണിയായപ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. 10-90 പേര് അങ്ങനെ എന്തുവാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും എത്ര പേര് വന്നു എന്നൊന്നും ഓർമ്മയില്ല. കുറച്ച് നാളുകളായല്ലോ കല്യാണം കഴിഞ്ഞിട്ട്, അതൊക്കെ മറന്നുപോയി. അപ്പോൾ അവിടെ എല്ലാവരും സംസാരത്തിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ചേച്ചി മാഷും വന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മ ഒന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം സഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 1 hour ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ആള് രാവിലെ പോയി വന്നപ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം കൂടെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. വയ്യായിരുന്നു. ചേച്ചി മാഷും കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല തലേന്ന് തുടങ്ങിയ ഓട്ടമാണ്. ഈ ഒരു സമയമായപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ദേവുൻ്റെ അവിടുന്ന് വന്നിട്ടുള്ള ആളുകളൊക്കെ. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് കുറേ പേര് ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ്. കുറച്ച് പേര് ഫുഡ് കഴിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ചേച്ചി മാഷൊക്കെയാണ് ഫുഡ് കഴിക്കാനിരുന്നത്. വൈകുന്നേരം സമയം എനിക്ക് ചേച്ചീൻ്റെ കൂടെ തന്നെ തിരിച്ചു പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡാൻസിൻ്റെ പിള്ള വയസ്സ് ഞാൻ കൂടും കുടുക്കൊക്കെ എടുത്ത് ഇറങ്ങാം. ഇറങ്ങാം കൊഞ്ഞണ്ണ. ഞാൻ പോയിട്ടോ. ആരെങ്കിലും ഉണ്ടോ അവിടെ പറയാനേ? ആര്? അനക്ക് കുമ്മരടി. എത്ര എണ്ണം വേണ? അമ്മൂന് എത്ര എണ്ണം വേണ്ട? ഞാൻ പോവാ, നാളെ വരാം. എന്തൊരു സന്തോഷത്തിലാണ് നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നത്. മാമ ഞാൻ പോവാ. ഇന്ന് രാത്രി ടാറ്റ തരിക. അങ്ങനെ വൈകുന്നേരം ഒരു 6-7 മണി സമയമായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കല്യാണ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.